ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സാം വലൈക്കും. ആദ്യം തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ചെയ്തിരുന്നത്. അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ച ശേഷം പിന്നെ നമുക്കൊരു തേൻമുട്ടായിൻ്റെ പാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും എൻ്റെ പാത്തസും കൂടി അതൊക്കെ തിന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ രാവിലെ. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ സപ്പോർട്ടിന് ഒരു പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആകെ ഒരു പൂവാണ് ഞാൻ കണ്ടത്, ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇത് കൊടുന്ന് വെച്ച ശേഷം അങ്ങനെ കായൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പപ്പായമരത്തിൽ ഒരു ഉഷാറില്ല, എന്താ വെച്ചാൽ കായ്കളൊന്നും അങ്ങോട്ട് വലുതായി കിട്ടണില്ല, ഒരേപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു പപ്പായ മരം പെട്ടെന്ന് അതിങ്ങനെ പഴുക്കുന്നു കേട്ടോ. അതിപ്പോൾ ഒരു കാറ്റിന് മുറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ല കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ മരമാണെങ്കിലോ അതിന്മേലും ഒരു പൂവൊന്നും ഉണ്ടാവണില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പൂവിട്ട് കായ് ഇങ്ങനെ വന്നിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂവ് കായ അവരുണ്ടായി. പിന്നെ മൂച്ചയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. കൊടുന്ന് അന്നൊരു മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ എൻ്റെ മോള് ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു പൂച്ച, ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് തുടക്കാൻ പോയെടുത്ത് നിൻ്റെ മോളിങ്ങനെ അമ്മാനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ കാര്യമായിട്ടുണ്ട്, മുറ്റത്ത് വല്ല ഡോഗായിട്ടുണ്ടോ നോക്കിയപ്പോൾ അവിടെ 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പുറത്ത് വീട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ റോഡ് കടന്നിട്ടാണ് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റോഡുമ്മേ തന്നെ ഒരു ഡോഗും ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ട് പേടിച്ച് വന്നതാണോ എന്നും അറിയില്ല. അവരെ തള്ളനെ തന്നെ ഒരു ഡോഗ് പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ അവർ രണ്ടാളെയും ആ വീട്ടിലേക്ക് ഗേറ്റ് തുറന്നാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അപ്പോഴത്തേന് ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മീൻ ഞാൻ കറി ഉണ്ടാക്കി കുറച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ സമയത്ത് പുറത്ത് ഭയങ്കര സൗണ്ട്, അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് ഒരു തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. അങ്ങനെ പിന്നെ ഞാൻ സേമിയം ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ ഞാൻ തേങ്ങേൻ്റെ 3 പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 അങ്ങനെ 3 പാലെടുത്ത് വെച്ച് അത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ വലിയ ആർഭാടൊന്നും ഇല്ലാത്ത ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നുമില്ല, അതുപോലെ ഉള്ളതുകൊണ്ടൊരു പായസമാണ് വെക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും വേണ്ടിയില്ല. സേമിയും തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ വേഗം നല്ല വെന്ത് വന്ന് സേമിക്ക് ഓരോ പാലും ഒഴിച്ച് കൊടുത്തിട്ടോ. ആദ്യം 3-ാം പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് 2-ാം പാലും 1-ാം പാലൊക്കെ ഒഴിച്ച് പായസം അങ്ങനെ റെഡി ആയിട്ട് അപ്പോഴത്തേന് മക്കൾ വരുമ്പോഴത്തേന് വൈകുന്നേരം. അങ്ങനെ പിന്നെ എൻ്റെ കൂടെ എൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.